അതെന്താ? സൂര്യക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? താല്പര്യമില്ല അല്ലേ? നിങ്ങൾ ചെയ്ത പ്രവൃത്തി വെച്ച് നോക്കുമ്പോ അവൻ മരിച്ചുപോയി കാണുമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ് അല്ലേ? എടോ, താൻ വെറും ഒരു പറമ്പിലെ പണിക്കാരനാണെന്നാ ഞാൻ കരുതിയത്. ആ കണക്കുകൂട്ടലുകളെല്ലാം എനിക്ക് തെറ്റിപ്പോയി. ശത്രുവിനെ പോലെ എന്റെ കുടുംബത്തിനോട് പ്രതികാരം ചെയ്യാനാണ് നീ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയത്. അയ്യോ മാഡം, എന്തായി പറയുന്നേ? പ്രതികാരോ? അതെ, പ്രതികാരം തന്നെയാ. നിന്റെ മകളെ ഇത്രയും നാൾ ഇവിടെ കഷ്ടപ്പെടുത്തിയതിന് പ്രതികാരം. നീ ചെയ്ത പ്രതികാരം. അനുവാദം ഇല്ലാതെ താലി കെട്ടിയതിനും അവളെ തടഞ്ഞു വെച്ചതിനുമെല്ലാം നീ എന്റെ മകനോട് ചെയ്ത പ്രതികാരം. അവനെ നീ കൊല്ലാൻ നോക്കിയതല്ലേടാ? മഹാപാപം പറയില്ലേ മാഡം. സൂര്യ സാറിനെ ഞാൻ കൊല്ലാൻ നോക്കിയേ? എന്നോട് തർക്കിച്ച് ജയിക്കാൻ ശ്രമിക്കല്ലേ. ആ അപകടം നടക്കുമ്പോ സൂര്യയുടെ തൊട്ടടുത്ത് നിന്നതാരാ? നീയാ. അത് പൊട്ടിത്തെറിച്ചപ്പോ നീ മാത്രം എന്താടാ അങ്ങോട്ട് മാറി നിന്നത്? എന്തൊക്കെ ഈ പറയുന്നേ? സുദേവന് സൂര്യ സാറെന്ന് വെച്ച ജീവന. മിണ്ടിപ്പോരുത് നിങ്ങള്. എന്റെ മകൻ ജീവിക്കുമോ ഇല്ലയോ എന്ന് അറിയാതെ ടെൻഷന് നിൽക്കുന്ന ഒരു അമ്മയാ ഞാൻ. അനാവശ്യമായിട്ട് എന്നോട് തർക്കിക്കാൻ വന്നാലേ ഞാൻ നിങ്ങളുടെ പ്രായം പോലും നോക്കില്ല. ഇത് ഇന്നോ ഇന്നലെയോ നീ തീരുമാനിച്ചല്ല. നിന്റെ മകൾ നിന്നോട് വിളിച്ചു പറയുന്ന ഓരോ കണ്ണീർ കഥയ്ക്കും കൂട്ടി കൂട്ടി നീ വച്ചതാ. മമ്മി പറഞ്ഞത് സത്യമല്ലേ? ശരിക്കും എന്താ ഇപ്പൊ ചെയ്യേണ്ടെന്നറിയോ? പോലീസിനെ വിളിച്ചു വരുത്തി സൂര്യ കൊല്ലാൻ ശ്രമിച്ചതിന് ഇയാളെ പിടിച്ചുകൊണ്ടുപോകാൻ പറയണം. അച്ഛനെ കുറിച്ച് ആവശ്യമില്ലാത്തൊന്നും പറയരുത്. സൂര്യ സാറിനോട് പക കാണിക്കുന്നത് ഞങ്ങളാണോ? നിങ്ങളല്ലേ? ഞങ്ങളുടെ ചേച്ചിയെ കൊല്ലാൻ എത്ര തവണ ശ്രമിച്ചു നിങ്ങള്? ഇങ്ങോട്ട് എന്റെ മുഖത്ത് നോക്കി പറയണേ. ജസ്റ്റ് ഒരു കോള് പത്മയുടെ ഫോണിൽ നിന്ന് പുറത്തു പോയാലേ നിന്റെ ഈ അച്ഛനെ പോലീസുകാരും ഒന്ന് കൊണ്ടുപോകും. പിന്നെ നേരെ ചൊവ്വ ഇയാള് നടക്കൂലും ചെയ്യില്ല. കാണിച്ചു തരാടി നിന്നൊക്കെ. മാഡം, ഞങ്ങളുടെ അച്ഛൻ പാവോ. അച്ഛൻ ഒരാളെയും ദ്രോഹിക്കില്ല. ഒരാളെ ദ്രോഹിക്കുന്ന കാര്യം ചിന്തിക്കുപോലുമില്ല. അത് ബുദ്ധിമാനായ നിന്റെ അച്ഛന്റെ അഭിനയം. യോ, പാവത്തിന്റെ മുഖംമൂടി ധരിച്ച് അതിൽ ഒളിഞ്ഞിരിക്കുന്ന പക്ക ക്രിമിനലാണ് ഇദ്ദേഹം. തനിക്കില്ലാത്തതൊക്കെ മറ്റുള്ളവരെ അനുഭവിക്കുന്നത് കാണുമ്പോ അതിനോടുള്ള പക. സ്വന്തം മകള് എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ കയറി പറ്റിയപ്പോ ഇവിടത്തെ സൗഭാഗ്യങ്ങൾ മുഴുവൻ സ്വന്തമാക്കാന്ന് വെച്ചപ്പോ അത് നടക്കാത്തതിനുള്ള പക. ആ പകയാ എന്റെ മകന്റെ ജീവന്റെ വില പറഞ്ഞത്. ഇവൻ തന്നെ അവനെ കൊല്ലാൻ നോക്കിയത്. അയ്യോ, മാഡം, മാഡം വേണമെങ്കിൽ എന്നെ തല്ലിക്കോളൂ, പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചോളൂ, കൊന്നോളൂ. പക്ഷേ നെഞ്ചിത്തട്ടി സുദേവൻ പറയുക, അങ്ങനെ ഒരു ചിന്ത ഒരു കാലത്തും എന്റെ അടുത്തുകൂടി പോയിട്ടില്ല. ഈ കുടുംബത്തിലുള്ളവരെ മുഴുവൻ ദൈവങ്ങളുടെ സ്ഥാനത്ത് മാത്രമേ സുദേവൻ കണ്ടിട്ടുള്ളൂ. മതി മതി മതി, ദൈവങ്ങളെ പോലുള്ള കാണലും ആരാധനയും ഒക്കെ. നോക്ക്, ഹോസ്പിറ്റലിൽ പോകാനോ സൂര്യയെ കാണാനോ നിങ്ങൾ ആരും ശ്രമിക്കരുത്. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്ന ഒരു കോള് പോലും ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളുടെ ഭാഗത്തൊന്നും ഉണ്ടാവരുത്. ഇതാ മേഡം.
ദേ കൊണ്ടുവന്നതും ഇവിടെ നിന്ന് കിട്ടിയതും ഒക്കെ കൃത്യമായിട്ട് ഈ ബാഗിലുണ്ട്. ഇതെല്ലാം എടുത്തിട്ട് ഈ നിമിഷം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇനി ഇങ്ങോട്ടേക്ക് ഒരു യാത്രയില്ലെന്ന് മനസ്സിൽ തീരുമാനിച്ചിട്ട്. മനസ്സിലായടാ? മക്കളെ അതൊക്കെ എടുക്ക്.